സന്ദീപ് വാര്യർ ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലേക്ക് പോയി. ഇപ്പോൾ കൊടപ്പനക്കൽ തറവാട്ടിലൊക്കെ പോയി വളരെ നല്ല നിലയ്ക്കൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളോടൊപ്പമുള്ള ചിത്രമൊക്കെ പങ്കുവെച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് സംഘത്തെ തള്ളിപ്പറയാൻ കഴിയുന്നത്, എങ്ങനെയാണ് ബി.ജെ.പിയെ ആശയത്തെ, ബി.ജെ.പിയുടെ നേതാക്കന്മാരെയല്ല ആശയത്തെ തള്ളിപ്പറയാൻ കഴിയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളൊക്കെ ഓർക്കേണ്ട ഒരു മറ്റൊരു നേതാവുണ്ട്, ശോഭാ സുരേന്ദ്രൻ. ശോഭ എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച, പ്രസ്ഥാനത്തിന് വേണ്ടി അങ്ങേയറ്റം ത്യാഗങ്ങൾ സഹിച്ചിട്ടും മുൻപെങ്ങോ തന്നെ ഒരുപാട് നേതാക്കന്മാരുടെ, കേന്ദ്ര നേതാക്കന്മാരുടെയൊക്കെ പട്ടികയിലേക്ക് വരേണ്ട, അല്ലെങ്കിൽ ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടേണ്ട, കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തേണ്ട, ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷയൊക്കെ ആകാൻ യോഗ്യതയുള്ള ഒരു നേതാവായിട്ട്, ഒരു ഫയർ ബ്രാൻഡായിട്ടൊക്കെ ഞാൻ കാണുന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനോ സന്ദീപ് വാര്യർ പറഞ്ഞ കാരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് ബി.ജെ.പി. വിടുകയാണെങ്കിൽ ആദ്യം വിടേണ്ടത് ശോഭാ സുരേന്ദ്രനായിരുന്നു. പക്ഷെ തൻ്റെ പാർട്ടിയുടെ ആദർശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ശോഭ മുന്നോട്ട് പോവുകയാണ്, അല്ലേ? ശോഭയുമായി ബന്ധപ്പെട്ട് ഈ ഒരു സാഹചര്യത്തിൽ ശോഭയെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാതിരുന്നൂടാ എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് ശോഭാ സുരേന്ദ്രൻ? തന്തയ്ക്ക് പിറന്നവൻ. എനിക്ക് അങ്ങനെ അവരെ വിശേഷിപ്പിക്കാൻ കഴിയും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബി.ജെ.പി. നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ഇനി ആരൊക്കെ എന്തൊക്കെ കളിയാക്കലുകൾ പറഞ്ഞാലും, എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്നാലും, എന്തൊക്കെ അവരെക്കുറിച്ച് പറഞ്ഞാലും, എന്തൊക്കെ ആരോപണങ്ങൾ അവർക്കെതിരെ വന്നു എന്ന് പറഞ്ഞാലും, ഇത്രയും കഴിവും നിലപാടും തൻ്റെ ഇടവുമുള്ള ഒരു ബി.ജെ.പിയുടെ നേതാവിനെ കേരളത്തിൽ പാർട്ടിന് കാണിച്ചു തരാൻ കഴിയൂ? ഇല്ല. ബി.ജെ.പിയെ നയിക്കാൻ ശോഭാ സുരേന്ദ്രൻ അപ്പുറം ഒരാളില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിയാൻ എന്തുകൊണ്ട് കേന്ദ്ര നേതൃത്വം താമസിക്കുന്നു എന്നുള്ളത് ചോദിച്ചാൽ, അതാ കേരളത്തിലെ ചില നേതാക്കൾ ശോഭയ്ക്കെതിരെ നടത്തുന്ന പടയൊരുക്കമാണ്. ആ പടയൊരുക്കം എവിടെയൊക്കെയോ കേന്ദ്ര നേതാക്കളുടെ അടുത്ത് ആരൊക്കെയോ ഏഷണിയായി എത്തിച്ചുകൊണ്ട് ശോഭയെ എപ്പോഴും മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ്. പാലക്കാടും ശോഭ മത്സരിക്കണമെന്ന് പറഞ്ഞത് പാലക്കാടും ശോഭ മത്സരിക്കണം എന്ന് പറഞ്ഞത് ബി.ജെ.പിയിലെ കുറെ നേതാക്കളാണ്. അവർക്ക് ശോഭ മുൻനിരയിലേക്ക് വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്, പ്രവർത്തകരും ആഗ്രഹിക്കുന്നുണ്ട്. ശോഭയുടെ ഒരു പ്രസംഗം കേട്ടാൽ ഏത് CPM-കാരനും കോൺഗ്രസ്സുകാരനും ബി.ജെ.പിക്കാരനാകും. കാരണം അത്ര കണ്ണിങ് ആയിട്ടാണ് അവർ പ്രസംഗിക്കുന്നത്. അവരെ ഇടിച്ചു താഴ്ത്തിയിട്ടില്ലേ? അവർക്ക് പാർട്ടിയിൽ നിന്ന് എന്തുമാത്രം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആത്മാഭിമാനം നഷ്ടപ്പെട്ടിട്ടില്ലേ? അവരെ പരസ്യ വിചാരണയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു വിവാദം ഉണ്ടായപ്പോൾ മാത്രമാണ് സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഇത്രയും വർഷത്തിനിടയിൽ ശോഭ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ആ ഒരൊറ്റ വാക്ക്, വിചാരണയ്ക്ക് ശോഭയെ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞു. ഈ ഒരൊറ്റ കാര്യമാണ് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ശോഭാ സുരേന്ദ്രനോടൊപ്പം പാർട്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് ആ ഒരൊറ്റ വാക്കിലാണ്. അവർ അനുഭവിച്ച വേദനകൾ അവരെ പല ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് ഒതുക്കിക്കളഞ്ഞു. ഈ പറയുന്നത് പോലെ കേന്ദ്രമന്ത്രി വരെ ആകാൻ കഴിവുള്ള കരുത്തുറ്റയായ ബി.ജെ.പിയിലെ സ്ത്രീയാണ്. പക്ഷേ എല്ലാ ഒറ്റപ്പെടുത്തലുകളും, എല്ലാ തള്ളിക്കളയലുകളും, എല്ലാ മാനസിക പിരിമുറുക്കങ്ങളും, സമ്മർദ്ദങ്ങളും, പീഡനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുമ്പോഴും അവർ സ്നേഹിച്ചത് പ്രസ്ഥാനത്തെയാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയല്ല, അവർ സ്നേഹിച്ചത് പ്രസ്ഥാനത്തെയാണ്. ആ പ്രസ്ഥാനത്തെ താൻ ഒരിക്കലും ഒറ്റുകൊടുക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല. ആ പ്രസ്ഥാനം തനിക്ക് തൻ്റെ അച്ഛനും അമ്മയും പോലെയാണ്. ആ പ്രസ്ഥാനത്തെ താൻ ഒറ്റപ്പെടുത്തിയാലോ, ഒറ്റിയാലോ, ചതിച്ചാലോ തൻ്റെ അച്ഛനെയും അമ്മയും തള്ളിപ്പറയുന്നത് പോലെയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ യാതനകളൊക്കെ സഹിച്ചുകൊണ്ടും ഇപ്പോഴും ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത്. ശോഭ നോക്കുന്നത് ശോഭ എന്ന വ്യക്തിയെ അല്ല, ശോഭ നിൽക്കുന്ന പ്രസ്ഥാനത്തെയാണ്. അവിടെയാണ് സന്ദീപ് വാര്യർ ശോഭാ സുരേന്ദ്രനെ കണ്ടു പഠിക്കേണ്ടിയിരുന്നത്. ഇപ്പൊ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാടല്ല ശോഭാ സുരേന്ദ്രൻ സ്വീകരിക്കുന്നത്. അവരെപ്പോഴും എടുക്കുന്ന നിലപാടുകൾ, അത് ആറ്റിങ്ങൽ മത്സരിക്കാൻ വന്നപ്പോൾ, പാലക്കാട് മത്സരിക്കാൻ നിന്നപ്പോൾ, ആലപ്പുഴയിൽ മത്സരിക്കാൻ നിന്നപ്പോൾ ഒക്കെ ബി.ജെ.പിയുടെ വോട്ടിംഗ് ഷെയർ എത്ര ശതമാനം വർദ്ധിച്ചു എന്ന് നമ്മൾ നോക്കണം. എന്നിട്ടും എന്തുകൊണ്ട് ശോഭ കൃത്യമായ ഒരു സ്ഥാനത്തേക്ക് വരുന്നില്ല? എത്ര തീപ്പൊരി നേതാക്കളുണ്ട് കേരളത്തിൽ ബി.ജെ.പിക്ക് സംസാരിക്കാൻ? എത്ര തീപ്പൊരി നേതാക്കളുണ്ട് ശോഭയല്ലാതെ? എത്ര സ്ത്രീകളെ അണിനിരത്താൻ ശോഭയ്ക്കല്ലാതെ മറ്റേത് നേതാവിന്, ഏത് വനിതാ നേതാവിന് കഴിയും? ശോഭാ സുരേന്ദ്രൻ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച്
അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ ചതിക്കുന്ന ഒറ്റിക്കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല അവർ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പാർട്ടിക്കാർ അവരെ സ്നേഹിക്കുന്നത്. അവർ സ്നേഹിക്കുന്നത് പ്രസ്ഥാനത്തെയാണ്, പാർട്ടിയെയാണ്, അവരെ അല്ല, സ്ഥാനമാനങ്ങളെ അല്ല. പ്രാർത്ഥന പറയാം. അതായത് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന ഉപാധ്യക്ഷയാണ്. കേൾക്കുമ്പോൾ നമ്മളൊക്കെ എന്താണ് സംസ്ഥാന ഉപാധ്യക്ഷയല്ലേ എന്ന് കരുതും. പക്ഷേ സംസ്ഥാന ഉപാധ്യക്ഷ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ എന്ന് പറയുന്ന പദവിയെ അങ്ങേയറ്റം എന്താണ് അതിൻ്റെ വിലയെ കുറച്ച് കളഞ്ഞൊരു നേതൃത്വമാണ് ഇപ്പോഴുള്ളത്. കാരണം പല സെലിബ്രിറ്റികളും BJPയിലേക്ക് കടന്നു വരാറുണ്ട്. അങ്ങനെ കടന്നു വരുന്ന ആളുകളെ സ്വീകരിക്കാറുണ്ട്, അവർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ കടന്നു വന്ന ചില ആളുകളെയൊക്കെ വരുന്ന ആളുകളെയൊക്കെ പിടിച്ച് സംസ്ഥാന ഉപാധ്യക്ഷന്മാരാക്കുകയാണ്. ഈ ഉപാധ്യക്ഷന്മാരാക്കുന്നതിന് പിന്നിലെ ചേതോവികാരം എന്താണ്? യഥാർത്ഥത്തിൽ BJPയുടെ അടിത്തട്ട് വർക്കെടുത്തുകൊണ്ട് അടിത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങളെ കണ്ടുകൊണ്ട് തല്ല് വാങ്ങിക്കൊണ്ട് ജയിലിൽ കടന്നുകൊണ്ട് ആരോപണങ്ങൾക്ക് വിധേയമായി മറ്റ് സൈബർ സഖാക്കളുടെയും സൈബർ കൊങ്ങികളുടെയും ഒക്കെ തെറിവിളികൾ കേട്ടുകൊണ്ട് അപമാനം കേട്ടുകൊണ്ട് വന്ന ഒരുപാട് നേതാക്കളെ ഒരു ഭാഗത്ത് ഒന്നോ രണ്ടോ നേതാക്കന്മാരെ ഉപാധ്യക്ഷന്മാരായിരുത്തുമ്പോൾ മറുഭാഗത്ത് പെട്ടെന്ന് കയറി വന്ന കുറേ ആളുകളെ അവർക്കൊരു സമയം പോലും, അതായത് 1, 2, 3 വർഷം അവരെ പ്രവർത്തിച്ചിട്ടാണ് ഇവർ ഈ രംഗത്തേക്ക് കടന്നു വന്നതെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു 3 വർഷത്തെ പ്രവർത്തനം പോലും ഇല്ലാതെ വന്ന ആളുകളെ BJP എന്താണെന്ന് പോലും അറിയാത്ത അതിലേക്ക് കടന്ന സെലിബ്രിറ്റികളെയൊക്കെ പിടിച്ച് ഉപാധ്യക്ഷന്മാരാക്കി ഇത്തരം ഒരു ഉപാധ്യക്ഷ സ്ഥാനത്തെയൊക്കെ വന്ധ്യംകരിച്ച് കളഞ്ഞ ആ പ്രയോഗം ഞാൻ പിൻവലിക്കുകയാണ്. അത് ഒരു മോശം പ്രയോഗമാണ്, പക്ഷേ അത് തന്നെ പറയണം. പക്ഷേ എങ്കിൽ പോലും മോശമാക്കി ചിത്രീകരിച്ച് കളഞ്ഞ ആളുകളുള്ള ഒരു നേതാക്കന്മാരുള്ള ഒരു പ്രസ്ഥാനമാണ് BJP, കേരളത്തിലൊക്കെ BJP എന്ന് പറയുന്നത്. ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലേക്ക് നമ്മൾ പറഞ്ഞു വരുന്ന സമയത്ത് ശോഭയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. കാരണം പിണറായി വിജയനെതിരെ നേർക്കുനേർ നിന്നുകൊണ്ട് ഇന്ന കാര്യങ്ങളെല്ലാം പിണറായി ചെയ്തിട്ടുണ്ട്, പിണറായിയുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ ചെയ്തിട്ടുണ്ട്, ഈ മുതലാളിയുമായി CPMലെ ഇന്ന നേതാക്കന്മാർക്ക് ബന്ധമുണ്ട് എന്നൊക്കെ പരസ്യമായി വിളിച്ചു പറയാൻ ശോഭാ സുരേന്ദ്രൻ അല്ലാതെ BJPയിലെ ഏത് നേതാക്കന്മാർക്കാണ് ധൈര്യമുള്ളത്, കഴിവുള്ളത്? ഓരോ ആളുകളുടെയും അഴിമതിയെപ്പറ്റി കൃത്യമായി തുറന്നു പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ്. അതാണ് ശോഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത് തന്നെ ഒരു വലിയ ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരു ചാനൽ മുതലാളിക്ക് നേരെ മറ്റു ചില ആളുകൾക്ക് നേരെയൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ശോഭ ഉന്നയിക്കുകയുണ്ടായി. അങ്ങനെ ഉന്നയിക്കാനൊരു ധൈര്യം വേണം. ഇതുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ പല പാർട്ടികളിലും ഇത്തരം ആളുകളെ കാണുമ്പോൾ കുമ്പിട്ട് വണങ്ങുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അവർക്കെതിരെ എല്ലാം കൃത്യമായി പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് എത്രമാത്രം ശത്രുക്കൾ പാർട്ടിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത്തരം ശത്രുക്കളെയൊക്കെ വെട്ടിമാറ്റിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ അത്തരം ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അത്തരമൊരു ഫയർ ബ്രാൻഡ് നേതാവിനെ നമ്മൾ ഇപ്പോൾ, അതായത് സന്ദീപ് വാര്യരുടെ ഈ പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. കാരണം ഒരു മൈതാനത്ത് നിന്ന് ശോഭ പ്രസംഗിക്കുകയാണെങ്കിൽ CPMകാരും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും ഉൾപ്പെടെ എല്ലാവരും അവിടേക്ക് എത്തും, എല്ലാവരും അത് കേൾക്കും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കോഴിക്കോട് സുരേഷ് ഗോപിയെ ഒരു കേസുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ, അതെ അല്ല പന്തീരംഗമല്ല, മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കോഴിക്കോട് പന്തീരംഗാവ് പോലീസ് സ്റ്റേഷനിൽ, പന്തീരംഗാവല്ല നടക്കാവ് പോലീസ് സ്റ്റേഷൻ, നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം എത്തിയ സമയത്ത്, ആ നടക്കാവ് സ്റ്റേഷനിൽ എത്തിയ സമയത്ത് അവിടെ അതെ തിരക്കായിരുന്നു. അതെ അതെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു. ശോഭ അന്ന് അവിടെ പ്രസംഗിച്ച ഒരു സംസാരമുണ്ട്, അങ്ങേയറ്റം കത്തിക്കയറിക്കൊണ്ട് ആദ്യം ഒരുപാട് സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട അവർ സംസാരിച്ച ഒരു കാര്യമുണ്ട്. അന്ന് ഞാൻ കണ്ടൊരു മനോഹര കാഴ്ച എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും MT രമേശും ഒക്കെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്ന ഒരു കാഴ്ച ഞാൻ വളരെ അടുത്ത് നിന്ന് നോക്കി കണ്ടിട്ടുണ്ട്. കാരണം എപ്പോഴും ഇവരിങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും BJPയുടെ നേതൃത്വം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ തിരിച്ചറിയണം. കാരണം ഇതിനേക്കാളൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടും BJPക്ക് വേണ്ടി ഇപ്പോഴും പ്രസംഗിക്കുന്ന പാലക്കാട് ശ്രീകൃഷ്ണകുമാറിന് വേണ്ടി വിളിച്ച് ക്രൗഡ് പുള്ളിംഗ് നേതാവായി, ഒരു ക്രൗഡ് പുള്ളറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു കൊണ്ടുപോയി പ്രസംഗിപ്പിക്കാൻ BJPക്ക് ഉണ്ടായിരുന്ന ഒരേ ഒരു നേതാവാണ് K സുരേന്ദ്രൻ ആയിരുന്നില്ല, അത് ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു. ശോഭാ സുരേന്ദ്രൻ നയിച്ച ആ ഒരു റോഡ് ഷോ ഉണ്ട്, ഒരു ജീപ്പുമായി ബന്ധപ്പെട്ട് അവർ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് നടത്തിയ പ്രചാരണത്തിൽ വന്ന ആളുകൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് വിളിച്ചു പറയുന്നത് അവർക്ക് പാലക്കാട് എത്രമാത്രം സ്വാധീനമുണ്ട്, പാലക്കാട് എന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ശോഭയ്ക്ക് എത്രമാത്രം സ്വാധീനമുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇനി സന്ദീപ് വാര്യർമാർ ഉണ്ടാവാതിരിക്കട്ടെ, അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കന്മാരുടെ
എന്താണ് ആത്മാർത്ഥതയെ നിങ്ങൾ കണക്കിലെടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവർ ഇനിയും പാർട്ടിക്കുള്ളിൽ വേണം. അത്തരക്കാരെയാണ് വളർത്തിയെടുക്കേണ്ടത്. പാർട്ടിയെ ചതിക്കാതെ, പാർട്ടിയിൽ വേദനകൾ ഉണ്ടായിട്ടും പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരെയാണ് നമുക്ക് വേണ്ടത്. അത് ശോഭ തെളിയിച്ചു കഴിഞ്ഞു. ഒരു കാര്യം കൂടി പറയട്ടെ, ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. BJP-യിൽ സന്ദീപ് വാര്യർ പോയത് കൊണ്ട് മാത്രം കേരളത്തിലെ BJP-യോ ഇന്ത്യയിലെ BJP-ക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഒരുപാട് യുവ നേതാക്കന്മാർ വളർന്നു വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ യുവരാജ് ഗോകുലിനെ പോലെ, പ്രശാന്ത് ശിവനെ പോലെ, ശങ്കുട്ടി ദാസിനെ പോലെ, സന്ദീപ് ജസ്പതിയെ പോലെ, അതുപോലെ എല്ലാവരെയും എല്ലാ PR ശിവശങ്കറെ പോലെ ഒരുപാട് നന്നായി സംസാരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ വളർന്നു വരുന്ന യുവമോർച്ചയിലേക്കുള്ള നല്ല നല്ല നേതാക്കന്മാരുണ്ട്. ഇത്തരം ആളുകളൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഗ്രൂപ്പിന്റെ അതിപ്രസരമില്ലാതെ ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി, നല്ല നിലയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിയണം. എന്താണ് ഈ നമ്മുടെ ശ്രീജിത്ത് പണിക്കരെ പോലുള്ള നല്ലൊരു വാഗ്മിയെ ഇനിയെങ്കിലും തെറി പറഞ്ഞ് കുറ്റം പറഞ്ഞ് മാറ്റി നിർത്താതെ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ പ്രസ്ഥാനത്തോട് അടുപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലത്.